ഹായ് ഡിയേഴ്സ്, ഫെയറി ഡിസൈൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് എന്ന് വെച്ചാൽ ജീൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ചെറിയ രീതിയിൽ കുറച്ച് ഒരു സിൽവർ കളറിലെ ഒരു തിളക്കമൊക്കെയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മീറ്ററിന് 50 രൂപയ്ക്ക് കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഒന്നേകാലും ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് 1 മീറ്ററുമാണ്. അപ്പോൾ ഇത് ഞാൻ നെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ജാക്കറ്റ് പോലെയും ഇത് ഇന്നർ പോലെയും ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇന്നറായിട്ട് ചെയ്യുന്ന തുണി തീരെ തിന്നായിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മളതിന് ലൈനിങ് വെക്കുന്നുണ്ട് കോട്ടൻ്റെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണം കേട്ടോ. അപ്പോൾ സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത് 17.5 ആണ്. അപ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 18.5 ഞാനിവിടെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നേരെ വരച്ച് കൊടുക്കുക. അതിന് ശേഷം ഷോൾഡർ ഞാൻ എടുക്കുക 7 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ എടുക്കുന്നത് അത് തന്നെ എടുക്കുക. 7 ആം ഹോൾ വന്നിട്ട് 7 തന്നെ. പിന്നെ വന്നിട്ട് ചെസ്റ്റ് റൗണ്ട് എനിക്ക് എത്രയാണോ അതിൻ്റെ 4 ഡിവൈഡ് ചെയ്തിട്ടുള്ള സീം അലവൻസോടെ ഇട്ടിട്ട് 11 ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 9.5 അല്ലാതെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സൈൽ തുമ്പും കൂടെ ഇട്ട് 11 മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ലെങ്ത് വന്നിട്ട് 14 ആണ്. വേസ്റ്റ് റൗണ്ട് വന്നിട്ട് ഞാനിവിടെ സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 10 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വന്നിട്ട് സീറ്റ് റൗണ്ട് വന്നിട്ട് ഞാനൊരു 11 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ആം ഹോൾ റൗണ്ടും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. എനിക്ക് ചോക്ക് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ പെൻസിലിൻ്റെ ചോക്ക് മിസ്സായിപ്പോയി, കാണുന്നില്ല ഇവിടെയൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്ലിയർ ആകാത്തത്. പിന്നെ ഇങ്ങനെ ആം ഹോൾ വരച്ചു കൊടുക്കുക. ഞാൻ പറയുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഫ്രണ്ട് അത് ആദ്യം ബാക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം ഇത് വന്നിട്ട് ഞാൻ കുഴിച്ച് വെട്ടുന്നില്ല, കാരണം നമ്മുടെ ബാക്ക് ഓപ്പൺ ആണ് ചെയ്യുന്നത്, സിബ്ബാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് വേറെ മെഷർമെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഇട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി വന്നിട്ട് നമുക്കതൊന്ന് പെൻസിലും കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചാണ് കേട്ടോ വിട്ടേക്കുന്നത്. നമ്മൾ സിബ്ബാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ സിബ്ബ് ഒരു എന്താ പറയുക ഈസി ആയിട്ട്, അതായത് ഇൻവിസിബിൾ സിബ്ബ് അല്ല, നമ്മൾ നോർമൽ സിബ്ബിലാണ് ചെയ്യുന്നത് കേട്ടോ. അത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷനും ഇതേപോലെ വെട്ടിയെടുക്കുക. അപ്പോൾ വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ ആദ്യം വെട്ടിയല്ലോ ഫ്രണ്ട് പോർഷൻ, ഇനി ഒന്ന് ആം ഹോളൊന്ന് കുഴിച്ച് ഒരു 4 ഇഞ്ച് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പീസും കൂടെ കോട്ടൻ്റെ എടുത്തിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല പീസും ഞാനൊരു അതേ മെഷർമെൻറ്റിൽ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2 കോട്ടണിൽ നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2 കോട്ടൺ പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നോർമലായിട്ടുള്ള സിബും. ഇനി വന്നിട്ട് ക്യാൻവാസിലാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വിത്തും ലെങ്തും ഒക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ വിത്ത് ഇച്ചിരി വൈഡായിട്ടാണ് കൊടുക്കുന്നത്, സ്ക്വയർ നെക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ 4 നെക്ക് വിത്ത് എടുക്കുന്നത്, അതുപോലെ തന്നെ ലെങ്ത് എടുക്കുന്നത് എനിക്ക് 5.5 മതി. നമുക്ക് കഴുത്തടിച്ച് പോകുമല്ലോ, അതുകൊണ്ട് 6 കൊടുക്കുകയാണ്. ഒന്ന് വരച്ച് കൊടുത്തിട്ട് 1 ഇഞ്ചിൽ ഇതുപോലൊരു വീതിക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൂടെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്ക് ബേസും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇച്ചിരി ഒരു 1/2 ഇഞ്ചും കൂടെ ലെങ്ത് കൂടുതൽ എടുക്കുന്നതെന്ന് മാത്രം. പിന്നെ ഈ സൈഡ് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഈ സൈഡ് 3 വശവും ഒന്ന് അടിച്ചു കൊടുക്കുക.
രണ്ടും ബാക്കും ഫ്രണ്ടിൽ നമ്മൾ നെക്ക് വെട്ടിയല്ലോ, അപ്പോൾ അത് രണ്ടും ഇതുപോലെ ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ മുഴുവൻ പതിച്ചടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ലൈനിങ്ങും നല്ല പീസൊക്കെ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നെക്കിന് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് പേൾപ്പിനൊക്കെ കുത്തി നല്ല സെക്യൂറായിട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കഴുത്ത് അടിക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം, സ്റ്റിച്ചിങ്ങിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല എന്താ പറയുക, ഹെമ്മിങ് ഒക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മറിച്ചിടാം. ഇനി ഇതൊന്ന് ഒന്നെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിൽ വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പൊതുവേ ഒരു മടിച്ചാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹെമ്മിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ ചെയ്യില്ല, ഇപ്പോൾ ഇങ്ങനെ പതിച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കില്ല. കാരണം നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെക്കൊക്കെ കണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ഇതുപോലെ തന്നെ. അപ്പോൾ ബാക്ക് പീസ് എങ്ങനെ ചെയ്യുന്നത്, നമ്മൾ സിബാണല്ലോ ചെയ്യുന്നത്. അപ്പം ബാക്ക് പീസിൽ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് അടിച്ച് മറിച്ചിടുക. അങ്ങനെ 2 പീസ്, അതായത് ഫ്രണ്ടിൽ 2 പീസായിട്ടാണല്ലോ ഇരിക്കുന്നത്, ഓപ്പൺ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് നല്ല വശത്ത് വെച്ചിട്ട് അടിച്ച് മറിച്ചിടുക. ഇതുണ്ടോ, ഇതുപോലെ ഒരു അറ്റത്ത് വെച്ചിട്ട് കേട്ടോ, 1/4 ഇഞ്ച് പോലും വേണ്ട, അങ്ങനെ ഒരു അറ്റത്ത് വെച്ച് അടിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക, ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായി പ്രസ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസും കൂടെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. 2 പീസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ 2 വശവും ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 8.5 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നെക്ക് ഒരു 6.5 ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഒരു 8.5 ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ ഞാനവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് മാറിപ്പോകാതിരിക്കാനായിട്ട്. ആ ഒരു വീതിക്കാണ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇങ്ങനെ അടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ആ 8.5 ഞാനവിടെ മാർക്ക് ചെയ്തല്ലോ, അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് കെട്ടിട്ടിട്ട് ബാക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം വന്നിട്ട് ബാക്ക് വശം ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഇങ്ങനെ ഇരിക്കും. ഇനി വന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ 8.5 അവിടെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തൊട്ടല്ല കേട്ടോ സിബ് വയ്ക്കുന്നത്, നമ്മൾ എൻഡിൽ നിന്ന്, അതായത് ആ ടോപ്പിൻ്റെ എൻഡ് വശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒതുക്കമാണല്ലോ നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് തല കയറിപ്പോകാൻ ഫ്രണ്ടിൽ വെക്കുമ്പോൾ നമുക്ക് തല കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാക്കിലാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ച് ആ 8.5 മാർക്ക് ചെയ്തതിൻ്റെ അവിടെ കൊണ്ട് നമ്മൾ സിബ് നിർത്തുകയാണ്. അപ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് ഇങ്ങനെ, അപ്പോൾ ഞാൻ 1 സൈഡ് പ്രസർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇൻവിസിബിൾ സിബ് പോലെ തോന്നി കേട്ടോ. അത്രയും നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ 1 സൈഡ് പ്രസർ അല്ല ഇട്ടേക്കുന്നത്. ഇനി വന്നിട്ട് ബാക്കി വരുന്ന സിബ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് അടിപൊളിയായിട്ട് സിബൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വന്നിട്ട് നമുക്കിതൊന്ന് നൂലൊന്ന് നടുക്കൂടെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു നൂലിങ്ങനെ
കട്ട് ചെയ്ത് ഇങ്ങനെ കളയുക കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ നൂല് അഴിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് നൂല് കളയാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ കളയാം. അപ്പോൾ ഇതുപോലെ കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിബ് ഓക്കെ ആയി. വേറെ ഒന്നും ഇപ്പോൾ ഇൻവിസിബിൾ സിബ് അറിയത്തില്ല, അങ്ങനെ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ഇത് എളുപ്പമാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കളഞ്ഞിട്ടുണ്ട് കേട്ടോ, പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പൊങ്ങി നിൽക്കുന്ന നൂലുകളൊക്കെ ഒന്ന് കളയുക. കാരണം നമ്മൾ സിബ് കയറ്റി എടുക്കുകയും ചെയ്യുമ്പം ലോക്കായി ഇങ്ങനെ ടൈറ്റ് വരുമല്ലോ, അതിന് വേണ്ടി അതെല്ലാം നൂലെല്ലാം കളയുക. എന്നിട്ട് ഇത് കണ്ടോ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വന്നിട്ട് ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി നെക്ക് ഇതുപോലെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്ന് പേൾ പിന്നൊക്കെ കുത്തി ഒന്നും കൂടെ ഒന്ന് ചെയ്തതിന് ശേഷം നെക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് ചെയ്ത് എടുത്ത പോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മൾ അരയിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല, കാരണം ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതുപോലെ ഷോൾഡർ ഇങ്ങനെ ഫ്രണ്ടും നല്ല വശവും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ, അതായത് ആ ഇതുപോലെ തന്നെ വെക്കുക. എനിക്ക് പറയുമ്പോൾ അത്രയ്ക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് ആ ഒരു നെക്ക് അടിച്ച അതെടുത്ത് ഫ്രണ്ടിലേക്കാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഷോൾഡർ അടിക്കാം. ഇതുപോലെ തന്നെ ഒരു അരയിഞ്ച് വീതിയിൽ കേട്ടോ ഷോൾഡർ അടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ ഷോൾഡറും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് ഷോൾഡറും ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നല്ല ഷോൾഡർ നന്നായിട്ട് ഇട്ടു കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് ശകലം ഇങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്താലും നമ്മൾ ഒന്നുകൂടെ ഇട്ട് ഒന്നുകൂടെ ഇട്ടിട്ട് ആ പൊങ്ങി നിൽക്കുന്ന തുണി ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനിയാണ് നമ്മൾ ആ 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ക്രോസ് പീസ് എല്ലാം ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ 3 പീസ് തുണിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം അത് എന്തിനാണെന്നുള്ളത്. പിന്നെ നമ്മൾ സ്ലീവ്ലെസ് ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ക്രോസ് പീസിലാണ് സ്ലീവ്ലെസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ക്രോസ് പീസ് ഇതുപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചു രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തിട്ട് ചെറിയ രീതി കട്ട് ചെയ്ത് മറിച്ച് അടിക്കും. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് വെക്കുന്നത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുപോലെ നല്ലതായിട്ട് ക്രോസ് പീസ് ചെയ്തെടുക്കുക. നമുക്ക് ഇതിൽ മേളിൽ ഒരു ജാക്കറ്റും കൂടെ വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ സ്റ്റിച്ചിങ്ങിൽ തൊടാതെ വേണം കേട്ടോ. എനിക്കെപ്പോഴും പറ്റാറുള്ളത് ഞാൻ സ്റ്റിച്ചിങ്ങിൽ കയറി കട്ട് ചെയ്യും, പിന്നെ ഞാൻ ഒന്നും കൂടെ അടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. എനിക്കെപ്പോഴും പറ്റുന്നൊരു മണ്ടത്തരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വന്നിട്ട് ബാക്ക് വശത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ സ്ലീവ് നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ഒത്തിരി സ്പീഡൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കാരണം കുറച്ച് മനസ്സിലായിക്കോട്ടെ, അത് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും കൺഫ്യൂഷൻ, ഇപ്പോൾ ഈ സ്ലീവ് ഇപ്പോൾ ക്രോസ് പീസ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഡൗട്ട് വരും. അതിനാട്ടോ ഞാൻ സ്ലോയിൽ കാണിച്ചു തരുന്നത്. ഇനി വന്നിട്ട് നമുക്ക് ടക്കിട്ട് കൊടുക്കുകയാണ്. നമ്മൾ പ്രിൻസസ് കട്ടിലൊന്നും അല്ലല്ലോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ടക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മെഷർമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ആ ഒരു ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു താഴേന്ന് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ വരെ ആകുമ്പോഴത്തേക്കും, അതായത് ഫ്രണ്ടിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 10 ബ്രസ്റ്റ് പോയിൻ്റ് വരെ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കും. ഒരു ചെറിയ ഷേപ്പിന്, ഒത്തിരി ഷേപ്പ് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസസ് കട്ടിൽ ചെയ്യാമല്ലോ. നമുക്ക് അത് എന്താ പറയുക,
സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ച് ലൂസിൽ കിടക്കണം, എന്നാൽ കുറച്ച് ഷേപ്പും വേണം. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ടക്കിട്ട് കൊടുക്കുന്ന ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ ഇതുപോലെ ടക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലും സെയിം അതുപോലെ തന്നെ ഞാനത് പറഞ്ഞതുപോലെ തന്നെ 1/4 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അതെങ്ങനെയാണ് അതിൻ്റെ എവിടെ തൊട്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെ ഉള്ളത് നമ്മൾ ബ്ലൗസിനൊക്കെ അളവെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇവിടം വെച്ച് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ടക്ക് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡിൽ ഒന്നെങ്കിൽ നമുക്ക് മടക്കി അടിക്കാം. അപ്പോൾ മടക്കി എടുക്കുമ്പോൾ നമ്മൾ ആകെ 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ മടക്കി നിങ്ങൾ കുറച്ചുകൂടെ തയ്യൽ തുമ്പ് ഇടുകയാണ്, മടക്കി അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ പീസ് എടുത്തിട്ട് അപ്പോൾ കുറച്ച് കട്ടിയും കൂടെ കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പം ബാക്ക് സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ ഞാൻ സാധാരണഗതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും മെഷീനൊക്കെ തൂത്തിട്ടാണ്, പക്ഷെ എവിടെയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അത് കറക്റ്റ് ആ വൈറ്റ് തുണിയും കൂടെ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തോ ഒരു ഓയിലിൻ്റെ എന്തോ ഒരു ചെറിയൊരു പാട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് തുടച്ചിട്ട്, അപ്പോൾ ഇച്ചിരി പഴയ മെഷീനാണെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, നമുക്കിതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടി. ഇനി ഇതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അത് കാണിക്കുന്നില്ല, ഫ്രണ്ട് ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കും. കണ്ടോ, അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വന്നിട്ട് സൈഡ് രണ്ടും യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് എത്ര ഇട്ടതെന്നൊക്കെ നമുക്കറിയാമല്ലോ, 1, 1.5. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം കേട്ടോ. 2 സ്റ്റിച്ച് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഇന്നർ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇനി വന്നിട്ട് നമുക്ക് ജാക്കറ്റാണ് ചെയ്യാനുള്ളത്. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നർ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് വശം വന്നിട്ട്, ഫ്രണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി വന്നിട്ട് നമുക്ക് ജാക്കറ്റ് കട്ട് ചെയ്യാം. ഇത് നല്ല രീതിയിൽ എനിക്ക് പണി കിട്ടി കേട്ടോ. ഈ ഒരു തുണി സത്യം പറഞ്ഞാൽ വിലക്കുറവ് കണ്ടുകൊണ്ട് ചാടി എടുത്താണ്. പക്ഷേ ഇത് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ചുരുണ്ട് പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ജാക്കറ്റ് ചെയ്യാൻ എന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ തുണി നോർമലി എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2ആയിട്ടിട്ട് 4ആയിട്ട് ഇടണം തുണി ഇതുപോലെ തന്നെ. പിന്നെ ലെങ്ത് വന്നിട്ട് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ 21 എടുക്കുന്നത്. പിന്നെ നമുക്ക് കോളർ കുർത്തിയൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ വേണം ബാക്ക് പീസ് എടുക്കാനായിട്ട്. അതിന് ഞാനിവിടെ 1 ഇഞ്ചിൽ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ 1 ഇഞ്ച് വരച്ചല്ലോ, അത് സാധാരണ 7 ഇഞ്ച് നമ്മൾ എത്രയാണ് ആം ഹോൾ എടുക്കുന്നത് അതേപോലെ തന്നെ വരയ്ക്കാം. സെയിം കഴിഞ്ഞ നേരത്തെ ഇന്നർ ചെയ്യാൻ എടുത്തേക്കുന്ന ആ അളവും തയ്യൽ തുമ്പൊക്കെ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ ആ 1 ഇഞ്ചിന് താഴെ മാത്രം കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സെയിം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ഒരു ഇഞ്ച് ആ ഒരു വീതി വിട്ടതിന് ശേഷം ബാക്കി സാധാരണ എങ്ങനെ അളവെടുക്കുന്ന 7 ഇഞ്ച് ആം ഹോള് അതുപോലെ തന്നെ ചെസ്റ്റ് റൗണ്ടും ഒക്കെ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേറെ തയ്യൽ തുമ്പും ഒക്കെ അതുപോലെ 11ഉം 10ഉം ഒക്കെ അങ്ങനെ അങ്ങ് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട്, കാരണം നമ്മൾ ഈ ഒരു ജാക്കറ്റ് ചെയ്യുന്നത് ഫിറ്റായിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ്, കുറച്ച് നന്നായിട്ട് ലൂസ്. പിന്നെ വിത്ത് വന്നിട്ട് 3 കേട്ടോ എടുക്കുന്നത്. നെക്ക് വിത്ത് ബാക്കിൽ 1 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നമ്മൾ ആ വരച്ചതിൻ്റെ താഴെയായിട്ട് 3 ലെങ്ത്, അതുപോലെ തന്നെ വിത്തും 3 തന്നെ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്യണം. അപ്പോൾ നെക്ക് ഞാൻ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി അത് ആ 1 ഇഞ്ച് മേളിൽ വിട്ടല്ലോ, അപ്പോൾ ആ ഒരു അവിടം തൊട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഷേപ്പും കാര്യങ്ങളും ഒന്നും വെക്കുന്നില്ല, അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് വിടുന്നു എന്ന് മാത്രം. ഇനി ആ ഷോൾഡർ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പാടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നെ എടുക്കാനൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിലെ പീസ് അങ്ങ് മാറ്റുക. അതിന് ശേഷം ഫ്രണ്ടിൽ നമ്മൾ ബാക്കിൽ 1 ഇഞ്ചാണല്ലോ
കൂടുതൽ കൊടുത്തേ ആ ഒരു ഭാഗം അത്രയും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്ക് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് ഒരു 1/4 ഇഞ്ച് കൂടെ ഇങ്ങനെ കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കും ഫ്രണ്ടിലും ഒന്ന് സ്ലോപ്പ് കൊടുക്കണമല്ലോ. അപ്പം നെക്ക് അപ്പോൾ പിന്നെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഷോൾഡറും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു സ്ലോപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി വന്നിട്ട് നമുക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവാണ് നമുക്കിനി കട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്ലീവിന് ഇങ്ങനെ തുണി 2ആയിട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാൻ തയ്യൽ തുമ്പും കൂടെയൊക്കെ ഇട്ട് 18 കേട്ടോ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ താഴോട്ട് 3.5 ഇഞ്ച് ഇങ്ങനെ മടക്കി പിന്നെ ആ സെൻറ്റർ കണ്ട് ഒരു 6 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ഇങ്ങനെ എടുക്കുക. പഫ് സാധാരണ രീതി വലിയ പഫ് ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ ഒരു പഫാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എൻഡിൽ നമ്മൾ ചെറിയ രീതി ഗാദേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ സ്ലീവ് സ്റ്റാർട്ടിലും എൻഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് ബാൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുമൊക്കെ പീസ് കട്ട് ചെയ്തെടുക്കണം കൈയുടെ എൻഡിൽ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ലീവ് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നിങ്ങനെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ പീസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പീസൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ നെക്കിലും നമുക്ക് ചെറിയ പീസ് വേണമായിരുന്നു വെക്കാനായിട്ട്. അപ്പോൾ അതും സ്ലീവിൻ്റെ എൻഡിലും വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. ഇതിൻ്റെ 2 ഷോൾഡറും കൂടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണം. പിന്നെ ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്തെടുത്താൽ ആദ്യം കേട്ടോ. അല്ലാതെ ഈ ഒരു തുണിയൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സെയിം മെറ്റീരിയലൊന്നും വേണമെന്നില്ല. നെറ്റിൻ്റെ ആണെങ്കിലും കുറച്ച് നല്ല വിലയുടെ നെറ്റിൻ്റെ തുണി എടുത്താലും ഇങ്ങനെ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ ഓപ്പൺ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ക്രോസ് പീസ് വെച്ചങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2ആയിട്ടൊന്ന് മടക്കിയിട്ട് ഹൂപ്പ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ബട്ടണൊക്കെ വെച്ച് കൊടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പ്രസ് ബട്ടണാണ് ലാസ്റ്റിൽ കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതിച്ച് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ അപ്പം അതിൻ്റെ ബാക്ക് വശവും ഓക്കെ ആയി. നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. ഒന്ന് പതിച്ചടിച്ച് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒരു പീസ്, അതായത് ഒരു 4 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 3 ഇഞ്ച് വീതിയിൽ, പിന്നെ എത്രയാണോ നെക്ക് റൗണ്ട് നോക്കുമല്ലോ, നെക്ക് റൗണ്ട് എത്രയാണോ വരുന്നത് അത്രയും ലെങ്തിൽ നമ്മൾ എടുക്കണം കേട്ടോ. തുണി എടുക്കണം. എത്ര ലെങ്ത്, അതായത് ഞാൻ ലെങ്ത് കൂടുതൽ ഞാൻ 4 ഇതിലാണ് എടുക്കുന്നത്. കാരണം ഒന്നും കൂടെ നമ്മളത് കഴുത്തിലിടുമ്പോൾ മടക്കി ആണ് ഇടുന്നത് കേട്ടോ. അതായത് നമ്മൾ കോളറൊക്കെ മടക്കി ഇടുകയല്ലേ എന്ന് പറയുന്ന പോലെ മടക്കിയാണ് വേറെ, അതുകൊണ്ടാണ് അത്രയും ലെങ്തിൽ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യണം കേട്ടോ. അപ്പം നെക്കും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു തയ്യൽ തുമ്പ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് പതിച്ചടിക്കണം. അപ്പം അതിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് വേറെ റെഡിമെയ്ഡൊക്കെ ആ ഒരു സ്റ്റിച്ചിങ് ഒന്നും അത്രയ്ക്ക് അറിയാത്ത രീതിയിൽ നല്ല രീതിയിലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു നെക്ക് വന്നിട്ട് അപ്പം നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നല്ല വശം കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഗാദേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ മോഡൽ വന്നിട്ട് എന്നു വെച്ചാൽ ബിഷപ്പ് മോഡലാണ് കേട്ടോ, സ്ലീവാണ് ചെയ്യുന്നത്. ആ ഒരു മോഡലാണ് ചെയ്യുന്നത് നമ്മൾ. ചെറിയ രീതിയിൽ ഗാദേഴ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ഗാദേഴ്സൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നൂല് പൊട്ടിപ്പോവുക അങ്ങനെ കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധാ മെഷീനാണ് കേട്ടോ, മോട്ടറൊന്നുമില്ല. സാധാരണ നമ്മൾ ചവിട്ടി തയ്ക്കുന്ന മെഷീനില്ലേ, സെയിം അത് തന്നെയാണ് കേട്ടോ. നല്ല പഴയ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ കുഴപ്പങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കണ്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും ചെറുതായിട്ട് ഗാദേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഗാദേഴ്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഗാദേഴ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ഒരു പീസ് എടുക്കുന്നുണ്ട്. അതായത് 3 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ ഒരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ സ്ലീവ് റൗണ്ടിൻ്റെ എത്രയും ലെങ്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു പീസ്. എന്നിട്ട് ഇത് ബാക്ക് വശത്ത് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്ലീവിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ അങ്ങ് തുണിയിൽ വെച്ച് അടിച്ച് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെയൊന്ന് അടിക്കുക. എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിലേക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചൊന്ന് മടക്കി ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എൻഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എൻഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അപ്പം ഇതുപോലെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് 2 കൈയും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. ഇത് കാണിക്കുന്ന മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടല്ലോ, അതനുസരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അതുപോലെ 2 നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് മടക്കിയടിക്കണം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ഒരു തുണിയുടെ പ്രശ്നം, ഇതിങ്ങനെ ചുരുണ്ട് കയറും എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ടിങ്ങനെ അതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിയടിക്കുകയല്ലേ, ആ ഒരു സെയിം രീതിയിൽ വന്നു കേട്ടോ. അതൊരു ഭംഗിയായിട്ട് തോന്നി എനിക്കത്. അങ്ങനെ ചെയ്തതല്ല, പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു രീതി വന്നു. പിന്നെ നിങ്ങൾക്കല്ലാത്ത ഒരു രീതിയിലാണ് മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ, ഈ ഒരു സെയിം മോഡൽ മെറ്റീരിയൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഉരുട്ടി അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ കിട്ടും. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ല അതിൻ്റെ എൻഡ് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ, നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ മടങ്ങി വരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ എൻഡ് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എൻഡാണ് കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ എൻഡാണ് ഇഷ്ടപ്പെട്ടത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഞാൻ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ മടങ്ങി, അതായത് നമ്മൾ കോളറൊക്കെ മടക്കുന്ന പോലെ മടക്കിയാണ് ഞാനിത് ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് മടങ്ങി തന്നെ ഇരിക്കാൻ വേണ്ടി, എപ്പോഴെങ്കിലുമൊക്കെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതിൻ്റെ ആ നമ്മുടെ ബാക്ക് വശം കുത്തുന്നതല്ലേ അവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വന്നിട്ട് നമ്മൾ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഉണ്ട്. ഇങ്ങനെ വരും നമ്മുടെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി പ്രസ് ബട്ടണും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം സെറ്റായി കേട്ടോ. പ്രസ് ബട്ടണും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ജാക്കറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ? ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇന്നറോടെയൊക്കെ വന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. കണ്ടോ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെയുള്ള സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.